വെൽക്കം ടു NRI Well. ഇന്ത്യൻ വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്ത US ഹോട്ടലുകൾ. വരുമാനം വർദ്ധിപ്പിക്കുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ആഭ്യന്തര വിനോദ ചെലവുകൾ കുറയുകയും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വരവ് കുറയുകയും ചെയ്തതിനാൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കുതിച്ചുചാട്ടമാണ് US ഹോട്ടലുകളും ട്രാവൽ കമ്പനികളും ലക്ഷ്യമിടുന്നത്. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മധ്യവർഗ ജനസംഖ്യ, ഉയർന്ന യാത്രാ ബജറ്റ്, വർദ്ധിച്ച വിമാന കപ്പാസിറ്റി എന്നിവയും ദക്ഷിണേഷ്യൻ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര യാത്രാ കുതിച്ചുചാട്ടത്തിന് പിന്നിലുണ്ട്. ഇതിന് വിപരീതമായി ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 2019 അപേക്ഷിച്ച് 44.5% കുറഞ്ഞു. ചൈന പോലുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ ഉപഭോക്താക്കൾ അമേരിക്കയിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ യാത്രകൾ ചെയ്യുന്നു. യൂറോപ്യൻ വിനോദസഞ്ചാരികൾ US മടങ്ങുന്നുണ്ടെങ്കിലും UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശനം 2019 കുറവാണ്. കോവിഡിന് ശേഷം യാത്രാ കുതിച്ചുചാട്ടം സാധാരണ നിലയിലാകുകയും നിരന്തരമായ പണപ്പെരുപ്പം അമേരിക്കക്കാരെ ഒഴിവ് സമയ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഹിൽട്ടൺ, Airbnb പോലുള്ള കമ്പനികൾ ദുർബലമായ വരുമാനത്തിനായി ശ്രമിക്കുന്നതിനാൽ US ടൂറിസം വ്യവസായം മന്ദഗതിയിലാണ്. ലോബിയിലെ ചായയും സമൂസയും മുതൽ അതിഥിമുറികളിലെ ജനപ്രിയ ഇന്ത്യൻ TV ചാനലുകൾ വരെ ഇന്ത്യക്കാരെ ആകർഷിക്കാൻ US ഹോട്ടലുകൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആദ്യമായി ഓസ്ട്രേലിയൻ കുടിയേറ്റത്തിൽ ഇടിവ്. രാജ്യത്തുള്ള കുടിയേറ്റക്കാരിൽ മുൻപന്തിയിൽ ഇന്ത്യക്കാരാണ്. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഓസ്ട്രേലിയയുടെ മൊത്തം വിദേശ കുടിയേറ്റം കുറഞ്ഞു. 2021-22 രാജ്യത്തിന്റെ അതിർത്തികൾ വീണ്ടും തുറന്നതിനു ശേഷം നെറ്റ് എമിഗ്രേഷനിലെ ആദ്യ വാർഷിക ഇടിവാണിത്. 2023-24 ഓസ്ട്രേലിയയിലേക്ക് വിദേശത്ത് നിന്ന് കുടിയേറിയവരിൽ മുന്നിൽ ഇന്ത്യ, ചൈന, ഓസ്ട്രേലിയ, UK, ന്യൂസിലാൻഡ് എന്നീ രാജ്യക്കാരാണ്. 2023-24 കുടിയേറ്റക്കാരുടെ വരവ് ആകെ 6,67,000 ആയിരുന്നു. ഏകദേശം 4,65,000 പേർ താൽക്കാലിക വിസകളിലെത്തി. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ താൽക്കാലിക വിസ ഹോൾഡർമാരുടെ ഗണ്യമായ അനുപാതം രൂപീകരിച്ചു. വർഷത്തിൽ 2,07,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയത്. അതേസമയം കുടിയേറ്റക്കാർ 2,21,000 ഉയർന്നു. 2022-23 ഇത് 2,04,000 ആയിട്ടാണ് ഉയർന്നത്. അതിർത്തികൾ വീണ്ടും തുറക്കുന്നതിന് ശേഷം രാജ്യത്തേക്ക് കുടിയേറിയവരുടെ വർധനവുണ്ടായെങ്കിലും പിന്നീട് കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി. താൽക്കാലിക വിസയിലെത്തുന്നവരാണ് രാജ്യം വിട്ടുപോയത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ വീണ്ടും രേഖകൾ സമർപ്പിക്കണമെന്ന കാനഡ. പുതിയ ആവശ്യം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. സർക്കാർ വകുപ്പായ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് നിർണായക രേഖകൾ സമർപ്പിക്കാനുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ്, വിസ, വിദ്യാഭ്യാസ രേഖകൾ തുടങ്ങിയ അവശ്യ രേഖകൾ വീണ്ടും സമർപ്പിക്കാനാണ് ആവശ്യം. ഫാസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി നിർത്തിവെച്ചതിന് പിന്നാലെയാണ് പുതിയ ആവശ്യവുമായി കാനഡ രംഗത്തെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ വേഗം രേഖകളുടെ പരിശോധന നടത്തുകയും വേഗത്തിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്ന കാനഡയുടെ പദ്ധതിയായിരുന്നു SDS. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടാണ് SDS രൂപീകരിച്ചിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പദ്ധതി അവസാനിപ്പിച്ചത്. ഇതും കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വെല്ലുവിളിയായി മാറി. കാനഡയിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വരവ് നിയന്ത്രിക്കാനാണ് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായത്തിനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാർ അവധിക്കാല യാത്രകൾക്ക് തയ്യാറെടുക്കുകയാണ്. സഞ്ചാര ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമായി അസർബൈജാൻ മാറുന്നു. ക്രിസ്മസും ന്യൂഇയറും ആഘോഷമാക്കാൻ ഇത്തവണ ഇന്ത്യക്കാർ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മുന്നിൽ അസർബൈജാനാണ്. സഞ്ചാരികളുടെ വരവിൽ 250% വർധനവാണ് ഈ കൊച്ചു രാജ്യത്തിനുണ്ടായിരിക്കുന്നത്. മലേഷ്യയും ഇന്ത്യക്കാരുടെ പട്ടികയിൽ മുന്നിലാണ്. അതേസമയം കാനഡയും മാലിദ്വീപും സഞ്ചാരികൾക്ക് താൽപര്യം നഷ്ടപ്പെട്ട മട്ടാണ്. ജപ്പാൻ, വിയറ്റ്നാം, തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കെല്ലാം ഇന്ത്യൻ സഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട്.
വർഷാവസാന യാത്രകൾക്കുള്ള ഏറ്റവും ജനപ്രിയമായ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിൽ UAE, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, USA, UK, ശ്രീലങ്ക, ഓസ്ട്രേലിയ എന്നിവയും ഇടം നേടിയിട്ടുണ്ട്. കൂട്ടുകാരും കുടുംബവുമൊത്തെല്ലാം യാത്രകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും സോളോ ട്രിപ്പുകൾ തന്നെയാണ് ഇപ്പോഴും മുന്നിലുള്ളതെന്നും ശ്രദ്ധേയമാണ്. റഷ്യയിലേക്ക് പോകാൻ ഇനി ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസ വേണ്ട. അടുത്ത വർഷം മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും റഷ്യയും വിസാരഹിത യാത്ര സംബന്ധിച്ച ചർച്ചകൾ നടത്തിയതായി സൂചന. നിലവിൽ ഇന്ത്യൻ സന്ദർശകർക്ക് ടൂറിസ്റ്റ്, ബിസിനസ്, ജോലി, പഠനം എന്നിവയ്ക്കായി റഷ്യ സന്ദർശിക്കണമെങ്കിൽ എംബസിയോ കോൺസുലേറ്റുകളോ അനുവദിച്ച വിസ ആവശ്യമാണ്. വിസ നടപടികൾക്ക് കൂടുതൽ സമയം ആവശ്യമായി വരുന്നു. 2023 60,000-ലധികം ഇന്ത്യക്കാരാണ് റഷ്യ സന്ദർശിച്ചത്. 2020 താരതമ്യം ചെയ്യുമ്പോൾ 26% വർധന. നിലവിൽ വിസ ഫ്രീ ടൂറിസ്റ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ചൈനയും ഇറാനുമുണ്ട്. ബിസിനസ്, ജോലി ആവശ്യങ്ങൾക്കാണ് ഇന്ത്യക്കാർ അധികവും റഷ്യ സന്ദർശിക്കുന്നത്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കായി 2023 മുതൽ റഷ്യ ഈ വിസകൾ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം 9,500 ഈ വിസകളാണ് അനുവദിച്ചത്. ഏറ്റവുമധികം ഈ വിസ ലഭിച്ച 5 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരുന്നു. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇപ്പോൾ 62 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാം. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAE-യിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഗാർഹിക തൊഴിലാളികൾക്കുമുള്ള പുതിയ അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ജനുവരി 1 മുതലാണ് പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്. അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസ് ആരംഭിക്കുന്നു. ഈ മാസം 21 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. ഇറ്റാലിയൻ നാവികസേനയുടെ പരിശീലന കപ്പലായ അമേരിഗോ വെസ്പൂച്ചി ഒമാനിലെത്തുന്നു. വേൾഡ് ടൂറിന്റെ ഭാഗമായാണ് കപ്പൽ ഇവിടേക്ക് വരുന്നത്. ജനുവരി 8 മുതൽ 12 വരെ കപ്പൽ സുൽത്താൻ ഖാബൂസ് തുറമുഖത്ത് നങ്കൂരമിടും. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതുജന സേവന ആപ്ലിക്കേഷനായ മെട്രാഷ് ആപ്പിന്റെ പുതിയ പതിപ്പ് പുറത്തിറക്കി. മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ ആപ്പിന്റെ സേവനം ലഭ്യമാകും. ക്രിസ്തുമസ് ആഘോഷമാക്കാനൊരുങ്ങി ദുബായ് ഗ്ലോബൽ വില്ലേജ്. 21 മീറ്റർ ഉയരത്തിലുള്ള ക്രിസ്മസ് ട്രീയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള ഒരു നാട്. 1ഉം 2ഉമല്ല, 1,68,000. NRI വേൾഡ് ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്തിൽ ഏറ്റവും പോപ്പുലറായ ക്രിസ്മസ് കേക്ക് ഏതാണ്? ദിവസങ്ങളെടുത്താണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ടോണിയുടെ കേക്ക് എന്നാണ് ഇതാദ്യം അറിയപ്പെട്ടിരുന്നത്. ഇതോടെ NRI വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.